ഇന്നത്തെ വീഡിയോ ആഫ്രിക്കയിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ കിട്ടും, അവിടുത്തെ റിസ്ക് ഫാക്ടർ എന്തൊക്കെയാണ്, ഫ്രഷേഴ്സിന് അവിടെ ജോലി കിട്ടുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് ആഫ്രിക്കയിൽ കുറേയധികം രാജ്യങ്ങളിൽ, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ നൈജീരിയ, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്ക, അങ്ങനത്തെ കുറേ രാജ്യങ്ങളിൽ ഓയിൽ റിഫൈനറികളും അതോടൊപ്പം തന്നെ റിഗുകളും അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ എൻ്റെ അറിവിൽ എടുക്കുന്നത് ആഫ്രിക്കയിലാണ്. അവിടെ കുറേ സ്ഥലങ്ങളിലായിട്ട് റിഫൈനറികളിലേക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ റിഗിലേക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസും വരാറുണ്ട്. അപ്പോൾ നിങ്ങളിൽ കുറേ പേര് എന്നോട് ചോദിച്ചത് അവിടെ പോകുന്നതിൽ റിസ്ക് ഫാക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസ്ക് ഫാക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഫ്രിക്കയിൽ നമ്മൾ ജോലിക്ക് പോകാനുള്ള മെയിൻ റീസൺ എന്നുണ്ടെങ്കിൽ നല്ല സാലറിയും അതുപോലെ തന്നെ നമ്മൾ ബാക്കി ഈ ഗൾഫിലൊക്കെ 10 വർഷം 5 വർഷമൊക്കെ എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ കൂടി വന്നു കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ 1 വർഷം 2 വർഷമൊക്കെ കൂടുതലായിട്ട് ചോദിക്കാം. ഒരു ഫ്രഷർ എന്ന നിലയിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ആഫ്രിക്കയിലേക്ക് ജോബ് എക്സ്പീരിയൻസിന് വേണ്ടി ജോബിൽ ആയിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അതേ സമയത്ത് UAE കൺട്രീസിലൊക്കെ മിനിമം 5 വർഷമൊക്കെ എക്സ്പീരിയൻസ് ചോദിക്കും. അപ്പോൾ അവിടുത്തെ റിസ്ക് ഫാക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പനി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ ലൊക്കേഷനെ ബേസ് ചെയ്തിരിക്കും അവിടെ റിസ്ക് ഫാക്ടർ ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട്. ഇപ്പം ഞാൻ പോയിരുന്ന സ്ഥലം നൈജീരിയയിൽ ലാഗോസ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ നോർമൽ നമ്മുടെ എന്താ പറയുക ബോംബെ സിറ്റി മാതിരി സ്ഥലമാണ്. അവിടെ വേറെ റിസ്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് പുറത്തിറങ്ങി നടക്കാം. ബട്ട് അവരുടെ ഒരു ഗൈഡൻസ് ഉണ്ടായിരിക്കും, ഡ്രൈവറോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ അങ്ങനെ ആയിട്ടൊരു ഗൈഡൻസ് ഉണ്ടായിരിക്കും. പിന്നെ മാക്സിമം ആഫ്രിക്കയിലുള്ള സ്ഥലങ്ങളിൽ റിഫൈനറികളിലോ അല്ലെങ്കിൽ റിഗിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാനായിട്ട് സാധിക്കും. കൂടുതൽ സ്ഥലങ്ങളും ഇത്തിരി കൂടിയും എന്താ പറയുക റിസ്ക് ആയിട്ടുള്ള എലമെൻ്റുള്ള സ്ഥലങ്ങളിലായിരിക്കും ഇങ്ങനത്തെ കൂടുതലായിട്ട് സ്ഥലങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പം അവരൊരു ക്യാമ്പ് ഉണ്ടായിരിക്കാം. ആ ക്യാമ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഫുള്ളി എന്താ പറയുക സേഫ് ആയിരിക്കും. ഈ ക്യാമ്പിന് പുറത്തേക്ക് നമ്മൾ പെർമിഷൻ ഇല്ലാതെയോ സെക്യൂരിറ്റി ഇല്ലാതെയോ അല്ലെങ്കിൽ അവിടുത്തെ രാജ്യത്തെ ഒരു നാഷണാലിറ്റി നമ്മുടെ കൂടെ അല്ലാതെ പോവുകയാണെങ്കിൽ റിസ്ക് ഫാക്ടർ നല്ല രീതിയിലുണ്ട്. നമ്മളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാം, നമ്മുടെ പൈസ അടിച്ചു മാറ്റാം, പിന്നെ നമ്മളെ വെച്ചിട്ട് കമ്പനിയായിട്ട് ബാർഗെയിൻ ചെയ്യും പൈസേരെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ഇൻസിഡൻസ് ഞാൻ അവിടെയുള്ള സമയത്ത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കമ്പനിയാണോ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കമ്പനിയെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അന്വേഷിച്ച് നല്ല കമ്പനിയാണ്. ഇപ്പോൾ ഷെല്ല് അങ്ങനത്തെ എല്ലാ കമ്പനീസും വലിയ കമ്പനീസൊക്കെ ആഫ്രിക്കയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ കമ്പനി നല്ല വലിയ കമ്പനിയാണെങ്കിൽ നിങ്ങളൊരു പേടിക്കേണ്ട കേസില്ല, അവർ ഫുള്ള് സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നതായിരിക്കും. അല്ലാതെ ചെറിയ കമ്പനീസ് ഉണ്ടായിരിക്കും, അവിടുത്തെ കേസുകളിൽ ചിലപ്പോൾ റിസ്ക് ഫാക്ടർ ഉണ്ടാവും. പിന്നെ ഏത് വലിയ കമ്പനിയാണെങ്കിൽ കൂടിയും അവർ പെർമിറ്റ് ചെയ്തിട്ടുള്ള ഏരിയയിൽ മാത്രമാണ് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി നിങ്ങൾ ഔട്ടിങ്ങോ പുറത്തേക്കോ പോകുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ അവരോട് പെർമിഷൻ ചോദിച്ച് അവരൊരു സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒപ്പം മാത്രം നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കാം. പിന്നെ ജോബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത്തിരി എക്സ്പീരിയൻസ് കുറഞ്ഞ ആൾക്കാരുകൾക്കും എളുപ്പത്തിൽ കയറി പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ആഫ്രിക്ക. പിന്നെ നമുക്ക് നല്ല രീതിയിലുള്ള സാലറി പാക്കേജും ആഫ്രിക്കയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ള മെയിൻ റീസൺ എന്നുണ്ടെങ്കിൽ അവർ തരുന്ന പൈസ ഡോളറിലായിരിക്കും. പിന്നെ അവിടേക്ക് കുറച്ച് പേരുകളല്ലേ പോവുള്ളൂ. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾക്ക് കുറേ പേർക്ക് അറിയാം അവിടെ റിസ്ക് ആണെന്ന് അറിയുന്നതുകൊണ്ട് അവിടെ പോകാനുള്ള ആൾക്കാരുടെ അളവും കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കുറേ ആൾക്കാരെ ആവശ്യമുണ്ട്. ഓൾമോസ്റ്റ് വലിയ എന്താ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ കുറേ കമ്പനികൾ ആഫ്രിക്കയിൽ പോയിട്ട് ജോബ്, പിന്നെ ചൈനീസ് കമ്പനീസ്, റഷ്യൻ കമ്പനീസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പേയ്മെൻറ്റ് അവർ തരും. അതും ഡോളറിലായതുകൊണ്ട് തന്നെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു 1 lakh അബോവ് സാലറി എന്തായാലും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ടാകുമെന്നാണ്. ഒരു സ്റ്റാഫ് ലെവലിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എംപ്ലോയി ലെവലിൽ പോവുകയാണെങ്കിൽ മീൻസ് സ്റ്റാഫിന് താഴെ പോവുകയാണെങ്കിൽ നമുക്കൊരു 70k അബോവ് ഉണ്ടായിരിക്കും. സ്റ്റാഫുകളൊക്കെ 1 അബോവ് ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ പോകുന്ന കമ്പനിയെ ബേസ് ചെയ്ത് മാത്രമാണ് അവിടുത്തെ റിസ്ക് ഫാക്ടർ ഇരിക്കുന്നത്. പിന്നെ അവർ പറഞ്ഞിട്ടുള്ള ലൊക്കേഷനിൽ മാത്രമാണ് അവരുടെ ഗൈഡൻസോട് മാത്രമാണ് പോകാനായിട്ട് പാടുള്ളൂ. പുറത്ത് നമുക്ക് ഈ ഗൾഫിൽ പോകുന്ന മാതിരി അവിടെ കറങ്ങാൻ പോകുക എന്നുള്ള കാര്യം ആഫ്രിക്കയിൽ നടക്കില്ല. അപ്പോൾ ആ കാര്യം കൂടി മൈൻഡിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. കുറേ പേരെങ്കിൽ ഇൻസ്റ്റയിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ആൻസറുമായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ വീഡിയോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.